ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട ഇഡി ഇന്ന് നടൻ ജയറാമിനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ട നോട്ടീസ് നൽകി ജയറാമിനോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ജയറാം ഹാജരാകുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതുന്നത്. നമുക്ക് തിയോഫിനിലേക്ക് പോയി ചോദിക്കാം. തിയോഫിൻ്റെ അടുത്ത് തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. ശബരിമല മോഷണ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ജയറാമിനെ മാപ്പുസാക്ഷിയാക്കിയതാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇഡിക്ക് ദ്വാരപാലക ശില്പപാളികൾ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയ കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ സ്വർണ്ണ നാണയം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിജിലൻസിന് മൊഴി നൽകിയതാണ് ജയറാം. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തുകയാകും ഇന്നത്തെ ചോദ്യം ചെയ്യലിലൂടെ ഇഡി. വിനിഷ, ജയറാമിന് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ സമൻസ് അയച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയറാം ഇന്ന് ഹാജരാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇഡി എടുത്ത ഈ SIT എടുത്ത കേസുണ്ട്. SIT എടുത്ത സ്വർണ്ണമോഷണ കേസിൽ അതിൻ്റെ തുടർച്ചയായി ആണ് ഇഡി കേസെടുത്തത്. ഈ കേസിലെ സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കലുണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇഡി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തവരെ ആ പ്രതിപട്ടികയിലുള്ളവരെയും ഒപ്പം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുള്ളവരിൽ സാക്ഷികളുണ്ടെങ്കിൽ അവരെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയറാമിനെ സമൻസ് നൽകി വിളിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഇഡി ചോദ്യം ചെയ്ത അല്ലെങ്കിൽ അറസ്റ്റിലായിരുന്ന ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ പ്രതികളെയൊക്കെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ ആലോചന. അതിന് മുൻപായി പ്രതിപട്ടികയിലുള്ളവരെ ഓരോരുത്തരെയായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. ഇതിനിടയിലാണ് സാക്ഷി ആയിട്ടുള്ള ജയറാമിനെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ജയറാമിൽ നിന്ന് പ്രധാനമായും ഇഡിക്ക് അറിയേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒന്ന്, ജയറാമും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. മറ്റൊന്ന്, ഏതെങ്കിലും രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കലുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് വിവരങ്ങൾ തേടുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിൻ്റെ തെളിവുകളും ഇവർ അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് ജയറാമിനെ വിളിച്ചു വരുന്നത്. ഇതിന് കാരണം നേരത്തെ ജയറാമിൻ്റെ വീട്ടിൽ, ചെന്നൈയിലെ വീട്ടിൽ നടന്ന പൂജ, അതിന് വഴിയൊരുക്കിയതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിനുശേഷം സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന പൂജയിലും ജയറാം പങ്കെടുത്തിരുന്നു. ഈ രണ്ട് സാഹചര്യത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു എന്നത് കൂടിയുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നത്. അതുകൂടാതെ മറ്റെന്തെങ്കിലും അനധികൃത സാമ്പത്തിക ഇടപാടുകളുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കലുണ്ടോ എന്നൊക്കെ ഇഡി അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യൽ. ഇതുകൂടാതെ തന്നെ നേരത്തെ ഇന്നലെ ഈ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയെ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഇനി ചോദ്യം ചെയ്യാനുള്ള, അധികം വൈകാതെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള രണ്ടുപേർ, ഒന്ന് സുധീഷ് കുമാറാണ്, മറ്റൊന്ന് ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൽപേഷ്. ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിലാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം അതിന് മുൻപായി ശേഖരിക്കേണ്ട തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിക്കണം. ഈ അന്വേഷണം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇഡി എടുത്തിട്ടുള്ളത് ഈ സാമ്പത്തിക PMLA വകുപ്പ് പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കലും അതോടൊപ്പം അനധികൃത പണമിടപാടും നടന്നിട്ടുണ്ടോ എന്നതാണ് അന്വേഷിക്കുന്നത്. ആ കേസിലാണ് ഇപ്പോൾ ഓരോരുത്തരെയായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നേരത്തെ മുരാരി, ശ്രീകുമാർ തുടങ്ങിയവരൊക്കെ ഇഡി നേരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ജയറാം ഒരു ഓഫീസ് ടൈം ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 9 മണിക്ക് ശേഷം ജയറാം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധ്യതയുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇഡി ജയറാമിന് നൽകിയിട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി നൽകിയിട്ടുള്ള ദിവസം ഇന്നാണ്. ശരി, ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക ശില്പപാളികൾ വീട്ടിലെത്തിച്ച് പൂജ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നൊക്കെ നേരത്തെ തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചറിയാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് നടൻ ജയറാമിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ജയറാം ഹാജരാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.